മഹാകാരുണ്യവാനായ മഹത്വസമ്പൂർണനായ നമ്മുടെ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകുമാറാകട്ടെ. നമുക്കിന്നും കർത്താവിൻ്റെ സന്നിധിയിൽ എബ്രായ ലേഖന പഠനത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിൽ എൻ്റെ കൂട്ടവകാശികളായ എല്ലാ വിശുദ്ധന്മാരെയും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഏകാഗ്രതയോടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ, ശ്രേഷ്ഠതയെ എബ്രായ ലേഖനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് ശ്രദ്ധ തിരിക്കാമല്ലോ. സ്തോത്രം. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങളാണ് നാം വായിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നാം കണ്ടുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിൻ്റെ സൃഷ്ടികളിൽ 4ഉം 5ഉം കാര്യങ്ങളാണ്. ഒന്നും കൂടെ നമുക്ക് ആ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. In the past, God spoke to our forefathers through the prophets at many times in various ways. But in these last days, He has spoken to us by His Son, whom He appointed heir of all things, and through whom He made the universe. The Son is the radiance of God's glory and the exact representation of His being, sustaining all things by His powerful word. After He had provided purification for sins, He sat down at the right hand of the Majesty in heaven. നമ്മൾ കർത്താവായ യേശുവിൻ്റെ 13 വിധ ശ്രേഷ്ഠതകളുടെ കാര്യങ്ങളാണ് ഇതുവരെ ശ്രദ്ധിച്ചത്. അതിൽ 4-5 കൂട്ടം കാര്യങ്ങൾ നമ്മൾ അല്പമായിട്ട് ധ്യാനിച്ചു. ഒന്നാമത്, യേശുക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 2, പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും പരമമായ അന്തിമമായ വെളിപ്പാട്. 3, ദൈവത്തിൻ്റെ പുത്രൻ. 4, നമ്മൾ ഇന്നലെ കണ്ടു, സകലത്തിൻ്റെയും അവകാശി. 5, അതിനോട് ചേർത്ത് ദൈവത്താൽ നിയമിതൻ. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഇതിനോടകം കണ്ടത്. താഴെ അല്ലെങ്കിൽ ഇതുവരെ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന അതേപോലെയുള്ള കാര്യങ്ങളെ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും കൂടെ ചേർത്ത് വെച്ച് 7 പ്രധാന കാര്യങ്ങൾ അവിടെ ഉണ്ട്. 7 പ്രധാന കാര്യങ്ങൾ. നമ്മൾ കുറച്ചും കൂടെ ചില കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് 13 നമുക്ക് ലഭിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, 1, ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ, whom the Father has appointed the heir of all things. സകലത്തിനും അവകാശിയാക്കി വയ്ക്കപ്പെട്ടവൻ. 2, through whom also he made the world. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. 3, he is the radiance of his glory. പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭ. 4, the exact representation of his nature or his being. മലയാളത്തിൽ തത്വത്തിന്റെ മുദ്ര. 5, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, one who holds all things by the word of his power.
സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. സ്തോത്രം. പിന്നെ ആറാമതായി നാം കാണുന്നത് when he had made purification of sins, പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവൻ. അവസാനമായിട്ട് അവിടെ കാണുന്നു he sat down at the right hand of the majesty on high, മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരുന്നവൻ. ഇവിടെ ബൈബിളിലെ അതേ വാക്യങ്ങൾ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടാണ് ഈ 7 കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. ഈ 7 കാര്യങ്ങളെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന 13 കാര്യങ്ങളെ തന്നെ പ്രധാനമായും 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന്, ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിൽ അവന്റെ ശ്രേഷ്ഠത. 2, യേശുവിന്റെ ദൈവത്വത്തിൽ അവന്റെ ശ്രേഷ്ഠത. These all things, whether these 7 things now we pointed out, or the whole of the 13 things, they can be divided mainly into 2. As his supremacy in Jesus' humanity, then his supremacy in his deity. യേശുവിന്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും ഇവിടെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നുണ്ട്. സ്തോത്രം. ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും. അതിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ 7 കാര്യങ്ങളിൽ ആദ്യത്തേതും ഒടുവിലത്തെ 2 എണ്ണവും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിൽ തന്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 7 എണ്ണത്തിൽ ആദ്യത്തേതും ഒടുവിലത്തെ 2 എണ്ണവും യേശുവിന്റെ മനുഷ്യത്വത്തിൽ തന്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുന്നതാണ്. That means he who was appointed as the heir of all things, then who made purification of our sins, and who sat down at the right hand of the majesty. ഈ 3 കാര്യങ്ങൾ യേശുവിന്റെ മനുഷ്യത്വത്തെ എടുത്തു കാണിക്കുന്ന ആ മനുഷ്യത്വത്തിലുള്ള ശ്രേഷ്ഠതയെയും കൂടെ കാണിക്കുന്ന കാര്യമാണ്. സകലത്തിനും അവനെ അവകാശിയാക്കി വെച്ചു. ആ നിയമനം ഇന്നലെയും നമ്മൾ ഒടുവിലായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ നിന്ന് കണ്ടു. സ്തോത്രം. എന്താ ചെയ്തിരിക്കുന്നത്? താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. The man whom the Father appointed. നിയമിച്ച പുരുഷൻ മുഖാന്തരം. അത് തന്റെ മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നത്. ന്യായവിധിക്കായി, വീണ്ടെടുപ്പിനായിട്ടൊക്കെ യേശുവിനെ പിതാവായ ദൈവം നിയമിച്ചു. അത് തൻ്റെ ജഡധാരണവുമായി ബന്ധപ്പെട്ടതാണ്, മനുഷ്യത്വവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. സ്തോത്രം. He made purification of our sins, a done work of atonement, a done work of purification, a done work of propitiation. പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അതും തൻ്റെ മനുഷ്യത്വത്തിലാണ് ചെയ്തത്. വീണ്ടെടുപ്പിന്റെ പ്രക്രിയകളെ കുറിച്ച് നമ്മൾ നേരത്തെ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചിരുന്നുവെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ ആ കാര്യം പഠിച്ചിരുന്നു. സ്തോത്രം.
പിന്നെ he sat down at the right hand of the majesty. മഹിമയുടെ വലത്തുഭാഗത്തിരുന്നു. അത് തന്റെ ഹൈ പ്രീസ്റ്റ്ലി മിനിസ്ട്രി, മഹാപുരോഹിത ശുശ്രൂഷയെ കാണിക്കുകയാണ്. മഹാപുരോഹിതനായിരിക്കേണ്ടതും മനുഷ്യരുടെ ഇടയിൽ നിന്നും എടുക്കുന്നവനാണ്. അതുകൊണ്ട് അതും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലുള്ള ശ്രേഷ്ഠതയാണ്. അപ്പോൾ അങ്ങനെ ഈ 3 കാര്യങ്ങൾ ഇവിടെ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ വിവരണങ്ങളാണ്, അല്ലെങ്കിൽ ശ്രേഷ്ഠതകളാണ്. സ്തോത്രം. നമ്മളതിൽ ഇന്നലെ 4ഉം 5ഉം കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. ദൈവത്താൽ നിയമിക്കപ്പെട്ടവനും സകലത്തിൻ്റെയും അവകാശിയും ആയവൻ. സ്തോത്രം. നമ്മൾ നേരത്തെയും വെളിപ്പാട് പുസ്തകം പഠിച്ച സമയത്തും പഠിച്ച കാര്യം ഒന്നും കൂടെ ആവർത്തിക്കുന്നു. യേശു ദാവീദിന്റെ പുത്രൻ, യേശു അബ്രഹാമിന്റെ പുത്രൻ, യേശു മനുഷ്യപുത്രൻ, 4 യേശു ദൈവപുത്രൻ. ആവർത്തിക്കുകയാണെന്ന് എനിക്കറിയാം. അന്നില്ലാതിരുന്ന ചിലർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടല്ലോ. സ്തോത്രം. ആസ് ദ സൺ, ജീസസ് ഈസ് ഡിസ്ക്രൈബ്ഡ് in 4 ways: as the son of David, son of Abraham, son of man, and son of God. നേരത്തെ കേട്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. As son of David, he is the rightful heir of the throne of David. ദാവീദിന്റെ പുത്രൻ, ദാവീദ് പുത്രൻ അല്ലെങ്കിൽ ദാവീദിന്റെ സന്തതി. മാത്യു 1:1, മത്തായി 1:1 നമ്മളത് കാണുന്നുണ്ട്. സ്തോത്രം. ദാവീദ് പുത്രൻ എന്ന നിലയിൽ യേശു ദൈവം ദാവീദിന്റെ കുലത്തിന് വാഗ്ദത്തം ചെയ്ത നിത്യ സിംഹാസനത്തിന്റെ നേരായ ഉടമയാണ്, അവകാശിയാണ്. Christ as a son of David is the rightful heir of Davidic throne, Davidic kingdom, the one who is eligible king. ദൈവം നിയമിച്ച രാജാവാണ് യേശു. സ്തോത്രം. ദാവീദ് പുത്രനാണവൻ. രണ്ട്, അബ്രഹാമിന്റെ സന്തതി, the rightful heir of Palestine, because Palestine, the entire Palestine, not today's Palestine, but the original Palestine, okay? The land of Canaan, the promised land. God had promised that particular land to Abraham and his descendants. And rather, Abraham had purchased a piece of land over there as his inheritance, at least to bury his dead. അബ്രഹാമിന് അവന്റെ സന്തതികൾക്കും വാഗ്ദത്തം ലഭിച്ച നാട്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ശേഷം, നിന്റെ സന്തതികൾക്ക് ഞാൻ ഈ ദേശം അവകാശമായി കൊടുക്കും. അബ്രഹാമിന്റെ സന്തതി, ദൈവം വാഗ്ദത്തം ചെയ്ത അബ്രഹാമിന്റെ സന്തതി യേശുക്രിസ്തുവാണെന്ന്
നമ്മൾ പല പ്രാവശ്യം ഗലാത്യർ 3:16 നിന്ന് കണ്ടിട്ടുണ്ട്. From Galatians 3:16 we had multiple times seen that the promised seed of Abraham is Christ. ഗലാത്യർ 3:16 നമുക്ക് ആ കാര്യം വ്യക്തമാക്കുന്നു. അങ്ങനെ അബ്രഹാമിനും സന്തതികൾക്കും വാഗ്ദത്തം ലഭിച്ച വാഗ്ദത്ത നാടിന്റെ ശരിയായിട്ടുള്ള യോഗ്യനായ അവകാശി, സ്തോത്രം, യോഗ്യനായ അവകാശി യേശുക്രിസ്തുവാണ് അബ്രഹാമിന്റെ സന്തതി എന്ന നിലയിൽ. കൂടാതെ ഒരു ശ്മശാന ഭൂമിയായിട്ടാണെങ്കിലും അബ്രഹാം ഒരു കുറച്ച് സ്ഥലമെങ്കിലും നിയമപ്രകാരം തന്റെ പേരിൽ എഴുതിച്ചിട്ടുണ്ട്, വില കൊടുത്തു വാങ്ങിയതാ. അങ്ങനെ അബ്രഹാമിന്റെ സന്തതി എന്ന നിലയിൽ യേശു കനാൻ നാടിന്റെ അവകാശി. 3 മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന നിലയിൽ ഭൂമിയുടെ അവകാശി, heir of the whole of the earth, because the earth has been given to man. സ്തോത്രം. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. പിന്നെ ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമിയെയോ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യപുത്രൻ എന്ന നിലയിൽ മുഴുവൻ ഭൂമിയുടെയും അവകാശി. സ്തോത്രം. പിന്നെ സൺ ഓഫ് ഗാഡ്, ദൈവപുത്രൻ. ദൈവപുത്രൻ എന്ന നിലയിൽ തൻ്റെ അവകാശത്തിന്റെ കീഴിൽ വരാത്തതൊന്നുമില്ല. സ്തോത്രം. സകലവും അവന്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു. സകലത്തിനും അവകാശി. സ്തോത്രം. സകലത്തിനും. സ്വർഗം, ഭൂമി, പാതാളം, സ്വർലോകർ, ഭൂലോകർ, അധോലോകർ, പാപം ക്ഷമിക്കുവാൻ, ശിക്ഷ വിധിക്കുവാൻ, ന്യായം വിധിക്കുവാൻ, അങ്ങനെ സകലത്തിനും യേശുവിനെ അവകാശിയാക്കി വെച്ചു. സ്തോത്രം. സകലത്തിനും അവനെ അവകാശിയാക്കി വെച്ചു. ദൈവത്തിന് വയ്യാത്തത് കൊണ്ടല്ല, എന്നാൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, സൃഷ്ടികളെയും മനുഷ്യരെയും ഒക്കെ ന്യായം വിധിക്കേണ്ടതിന് ശരിയായിട്ടുള്ള അവകാശിയായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവാണ്. സ്തോത്രം. അപ്പോ സകലത്തിനും യേശു അവകാശിയായിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ ക്രിസ്തു പുത്രൻ എന്ന നിലയിൽ ഈ 4 വസ്തുതകളിൽ അവകാശിയാണെന്ന് തെളിയുന്നു. സ്തോത്രം. സകലത്തിനും അധികാരവും അവകാശവും പിതാവായ ദൈവം പുത്രന് നൽകിയിരിക്കുകയാണ്. സ്തോത്രം. അവിടെയാണ് പുത്രൻ എന്ന ആ ഒരു ഭാഗം കൂടുതൽ പ്രസക്തമായിട്ട് വരുന്നത്. സ്തോത്രം. നമ്മൾ ഇന്നലെ ഗലാത്യ ലേഖനത്തിൽ നിന്ന് ആ കാര്യം, റോമാലേഖനത്തിൽ നിന്ന് ആ കാര്യം കണ്ടിരുന്നു. ഗലാത്യ ലേഖനത്തിലും നാം അതേ കാര്യം തന്നെ കാണുന്നുണ്ട്. നമ്മൾ ദൈവമക്കളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും നാം ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ പുത്രത്വത്തിന്റെ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന
പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. സ്തോത്രം. ഇപ്പൊ ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലേതുപോലെ തന്നെ പൗലോസ് പറയുന്നു, നമ്മെ പുത്രന്മാരാക്കി, നമ്മളെ മക്കളാക്കി. മക്കൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഏകജാതനായി ദൈവം നിയമിച്ചു. അത് നിമിത്തം ദൈവത്തിന് അധികാരമുള്ള, പരമാധികാരമുള്ള സകലത്തിന്റെ മേലും യേശുവിനെ ദൈവം നിയമിച്ചു വച്ചിരിക്കുന്നു. സ്തോത്രം. God is sovereign. He is all powerful. His kingdom or his reign has no limits. Limitlessly he reigns. And as the Son of God, Jesus is appointed heir over everything God possesses. God owns. സ്തോത്രം. ജനിക്കുവാൻ ഒരു കന്യകയുടെ ഉദരവും മരിച്ചടക്കപ്പെടുവാൻ ഒരു ധനവാന്റെ കല്ലറയും വരെ കടമെടുത്ത വെറും പാപ്പരെന്ന് തോന്നിക്കുന്ന ഒരു നസറായനായ തച്ചനെയാണ് യഹൂദന്മാർക്ക്, യഹൂദ ക്രിസ്ത്യാനികൾക്ക് പോലും കാണുവാൻ കഴിഞ്ഞത്. എന്നാൽ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ കാണുന്നയാളല്ല യേശു. സ്തോത്രം. യേശുവിൻ്റെ അധികാരത്തിന്റെ സീമകൾ നിങ്ങളുടെ ചിന്തകൾക്ക് അതീതമാണ്. സ്തോത്രം. Jesus was a poor fellow in the eyes of these Jewish Christians who just began to depart from Christ, and even who sometimes thought that angelic beings were superior to Jesus, as in the case of Colossians. There, people saw Jesus as a poor person who borrowed a womb at the birth and a tomb of a rich man at death. And in between everything was borrowing and borrowing and borrowing. ഒരു കന്യകയുടെ ഉദരം മുതൽ ധനവാന്റെ കല്ലറ വരെയുള്ള കടമേടിയിലുകൾക്കിടയിൽ മുഴുവനും യേശുവിന്റെ ജീവിതം കടമാണെന്ന് അവർക്ക് തോന്നി. കിടക്കാൻ ഒരു സ്ഥലം കിട്ടിയില്ല. യാത്ര ചെയ്യാൻ ഒരു വാഹന മൃഗത്തെ കടമെടുത്തു. പെസഹയാചരിക്കാൻ ആരാണ്ടടെ വിരിച്ചൊരുക്കിയ മാളിക മുറി, ടാക്സ് കൊടുക്കാൻ, കരം കൊടുക്കാൻ കളഞ്ഞു കിട്ടിയ ദ്രഹ്മ, ശുശ്രൂഷിക്കാൻ, പ്രസംഗിക്കാൻ ഒരു മുക്കുവന്റെ വള്ളം എന്ന് വേണ്ട സർവത്ര കടം. ഇവന്റെ പുറകെ പോയാൽ ശരിയാകില്ലെന്ന് കരുതി യേശുവിൽ നിന്നും അകന്നു തുടങ്ങിയ, ഒരുപക്ഷെ യേശുവിനേക്കാൾ ശ്രേഷ്ഠരാണ് ദൂതന്മാരെന്ന് കരുതി ദൂതാരാധനയിലേക്ക് പോലും ഒരുപക്ഷെ പോയി തുടങ്ങിയ ഒരു ജനത. കൊലോസിയ സഭയ്ക്കും അങ്ങനത്തെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് ലിഹ കൊലോസ് ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 15 മുതൽക്കുള്ള അല്ലെങ്കിൽ 14 മുതൽക്കുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെ
ഈ എബ്രായ ലേഖന കർത്താവിനെ പോലെ തന്നെ വിവരിക്കുന്നത്. സ്തോത്രം. എബ്രായ ലേഖന കർത്താവിനെ പോലെ തന്നെ വിവരിക്കുന്നു. സ്തോത്രം. അപ്പം അവിടെയും ദൂതാരാധന ഒരു വിഷയമായിരുന്നു. യേശു ദൂതന്മാരെക്കാൾ താണവനാണെന്നും ദൂതന്മാർ യേശുവിനേക്കാൾ ശ്രേഷ്ഠരാണെന്നുമൊക്കെ പഠിപ്പിക്കുന്ന ദുരുപദേശം കയറി വന്നപ്പോൾ, സ്തോത്രം, പൗലോസ് അതിനെ ഖണ്ഡിച്ച്, അല്ല, നിങ്ങൾ കരുതുന്നത് പോലെ ഹീനനായവനല്ല, താഴ്ന്നവനല്ല യേശു എന്ന് തെളിയിച്ചെഴുതുകയാണ് കൊലോസ് ലേഖനത്തിൽ. അവിടെയും ദൂതാരാധന ഒരു വിഷയമായിരുന്നു. 1-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ തന്നെ, അതിനു മുമ്പുണ്ട്, എന്നാലും സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ ആ ശ്രേഷ്ഠതകളെ കുറിച്ച് വിവരിച്ചു പറയുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ ആരാണ്? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. പ്രതിമ. പിന്നെ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പ്, സർവത്തിനും, അവൻ സകലത്തിനും ആധാരവുമായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിന്റെ നിസ്തുലത, ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത വിവരിക്കുകയാണ്. സ്തോത്രം. പുതിയ നിയമം നോക്കിയാൽ, പഴയ നിയമത്തിലും ഉണ്ട്, എന്നാൽ പുതിയ നിയമം എടുത്തു പറഞ്ഞാൽ ക്രിസ്റ്റോസെൻട്രിക് ആണ്, ക്രിസ്തു കേന്ദ്രീകൃതമാണ് പുതിയ നിയമം. ഏറ്റവും അധികം ഉയർത്തുന്നത് ഇവിടെ ക്രിസ്തുവിനെയാണ്. പിതാവും പരിശുദ്ധാത്മാവും ഒന്നു ചേർന്ന് മനുഷ്യരുടെ മുമ്പിൽ ഉയർത്തുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെയാണ്. അപ്പൊ ക്രിസ്തുമയമാണ്. നിത്യതയിലെത്തിയാലും അവിടുത്തെയും പുകഴ്ച അധികവും ക്രിസ്തുവിനെയാണ്. അതിൽ പിതാവിനും പരിശുദ്ധാത്മാവിനും ഒരസൂയയില്ല കേട്ടോ. നമുക്ക് ഇവിടെ ആണെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ പോലും അസൂയുണ്ട്. ഇവൻ ഭാര്യയുടെ അമ്മ തന്നെ, അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരങ്ങൾ തന്നെ സ്വന്തം ഭർത്താവിനെ ഇച്ചിരി കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് കണ്ട, ഇന്നലെ ഇങ്ങോട്ട് വന്ന ഇന്ന ആളിനോട് കണ്ടില്ലേ സ്നേഹമെന്നൊക്കെ. ഇവൻ മക്കള് പപ്പായോടും മമ്മിയോടും ഒരാളിനോട്, മിക്ക വീടുകളിലും ഒരാളിനോട് അല്പം സ്നേഹം കൂടുതൽ കാണും. പിന്നെ ചില മക്കളുണ്ട് ഭയങ്കര ഉസ്താദുക്കള്. അവർ പറയും പപ്പായും മമ്മിയും എനിക്ക് ഒരുപോലാണ്. ഇന്നലെ ഞാനിവിടെ പാസ്റ്റേഴ്സ് ഫാമിലി മീറ്റിംഗ് ആണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട്. അവരിൽ ചിലരോടൊക്കെ ചോദിച്ചപ്പം ചില കൊച്ചുകുട്ടികളൊക്കെ പറഞ്ഞു മമ്മിയോടാ സ്നേഹം, മമ്മിയോടാ സ്നേഹം. അപ്പോൾ അപ്പന്മാരോടെന്ന് പറയുന്നുണ്ട് മമ്മിയോടാ സ്നേഹം. എന്നാൽ ചില കുഞ്ഞുങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു പപ്പായും മമ്മി ഒരുപോലെ.
ഇനിയിപ്പം നമ്മുടെ സ്വന്തം മക്കളിൽ ഒരാള് മമ്മിയെ ഒരല്പം കൂടുതൽ ഇഷ്ടപ്പെടുന്നെന്ന് കണ്ടാൽ പപ്പയ്ക്കൊരു ചെറിയ തമാശ രൂപത്തിലെങ്കിലും പറയും, ഓ മമ്മിയോടാ. തിരിച്ചാണേൽ തിരിച്ചും പറയും. ചിലയിടത്തൊക്കെ അതങ്ങ് ഒത്തിരി വഷളായി പോകാറുണ്ട്. ചിലയിടത്ത് പിന്നെ ആരോഗ്യകരമായ ഒരു ചെറിയ അസൂയം പണക്കൊക്കെ ഉള്ളൂ, അത് സഹിക്കാം. എന്നാൽ കർത്താവായ യേശുവിനെ സകലരും ഇത്രമാത്രം ഉയർത്തുമ്പോൾ പിതാവിനും പരിശുദ്ധാത്മാവിനും ഒരു പ്രയാസമില്ല. അതിന് പിതാവും പരിശുദ്ധാത്മാവും മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ് നാം കാണുന്നത്. 5 കാര്യങ്ങൾ കണ്ടു. അവൻ ദൈവത്താൽ നിയമിതനായിരിക്കുന്നു. അതിന് കാരണവും കണ്ടു, പുത്രനായതുകൊണ്ട്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. 6ാമത്തെ കാര്യമായി നമ്മൾ എഴുതി വന്നതനുസരിച്ച് അടുത്തത് എന്താണ്? സകലത്തിന്റെയും സ്രഷ്ടാവ്. സ്തോത്രം. താൻ മുഖാന്തരം സകലത്തെയും സൃഷ്ടിച്ചു. അതുകൊണ്ട് സകലത്തിന്റെയും സ്രഷ്ടാവ്. പ്രൈസ് ഗോഡ്. The creator of all or everything. സ്തോത്രം. നാം അവിടെ കണ്ടു, and he made the world through him. സകല ലോകത്തെയും പിതാവായ ദൈവം പുത്രൻ മുഖാന്തരം സൃഷ്ടിച്ചു. The agent of creation. The Father created everything through Jesus Christ. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ, God made everything with his word, and that proceeding word was Jesus. Got it? പിതാവ് സകലത്തെയും സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ചത് എങ്ങനെയായിരുന്നു? തൻ്റെ വാക്കുകളാൽ, വചനത്താൽ, ലോഗോസ്. God sent forth his word and he created everything. And that word that came out of the mouth of the Father, which was creative, creational, that was Jesus. That's why John said, the word in the beginning, the word was. The word was with God, and the word was God. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ചേർത്തിങ്ങനെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആദിയിൽ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആദിയിൽ തന്നെ, അല്ലെങ്കിൽ ആദിക്ക് മുമ്പ് മുതലേ ഈ വചനം ദൈവമായിരുന്നു. സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യം എന്താ പറയുന്നേ? യോഹന്നാൻ 1:1. അവനാദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സ്തോത്രം. അപ്പൊ യോഹന്നാൻ ഇവിടെ പറഞ്ഞതും
പൗലോസ് മുമ്പേ കൊലോസ്യർ 1-ാം അധ്യായത്തിൽ പറഞ്ഞതും ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നതുമെല്ലാം ഒറ്റ കാര്യമാണ്. John says in his gospel, chapter 1 following, 1-3. Paul says in Colossians, what we now read from chapter 1:14 following. And the writer of the Hebrew says here in chapter 1, verse 2. ഇവിടെ all these things are same, complementary. സ്തോത്രം. ദൈവം തൻ്റെ വചനത്താൽ സകലത്തെയും സൃഷ്ടിച്ചു. ദൈവം സകലത്തെയും സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ച വചനമാണ് ആര്? ക്രിസ്തു. അതുകൊണ്ടാണ് യേശുവിനെ ഏജന്റ് ഓഫ് ക്രിയേഷൻ എന്നും വിളിക്കുന്നത്. സൃഷ്ടിപ്പിന്റെ മാധ്യമം. സകലത്തെയും ദൈവം സൃഷ്ടിച്ചത് ക്രിസ്തു മുഖാന്തരം. ക്രിസ്തു മുഖാന്തരം. സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവം. യേശു ആരാണ്? സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവമാണ്. സ്തോത്രം. He is God, the creator of everything, the whole world. Nothing is created without him. സ്തോത്രം. The creative action belongs to Jesus. The creative authority belongs to Jesus. സൃഷ്ടിപ്പിന്റെ അധികാരം, സൃഷ്ടിപ്പിന്റെ പ്രവൃത്തി യേശുക്രിസ്തുവിൻ്റെതാണെന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ആദിമസഭ യേശുക്രിസ്തുവിനെ സൃഷ്ടിപ്പിന്റെ മാധ്യമമായി കണ്ടിരുന്നത്. സ്തോത്രം. പ്രൈസ് ഗാഡ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടത് എന്തുമാകട്ടെ. നമുക്കറിയാം, ദൈവം ഒഴികെ ബാക്കിയുള്ളതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. The whole of the universe is created. The entire universe is God's creation. മുഴു പ്രപഞ്ചവും അഖിലാണ്ടം മുഴുവനും തന്നെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സ്രഷ്ടാവ് ഒഴികെ എല്ലാം സൃഷ്ടികൾ തന്നെ. സ്തോത്രം. ദൂതന്മാരോ വാഴ്ചകളോ അധികാരങ്ങളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ കാണപ്പെടുന്നതോ കാണപ്പെടാത്തതോ സകലവും ദൈവത്തിന്റെ സൃഷ്ടി. ഒന്നും തനിയെ ഉളവായതല്ല. This is also one of the fundamental doctrines of the church. Okay? സഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങളിൽ ഒന്നാണിത്. എന്ത്? The whole universe is God's creation. ഈ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ ദൃശ്യവും അദൃശ്യവുമായതെല്ലാം ദൈവ സൃഷ്ടിയാണ്. നോട്ട് ഇവല്യൂഷൻ. സ്തോത്രം. പരിണാമമല്ല. സ്തോത്രം. ഇങ്ങനെ പരിണമിച്ചുണ്ടായതല്ല ഈ പ്രപഞ്ചം എന്ന്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ടെന്ന്, സ്തോത്രം, ദൈവസഭ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നു. ദൈവസഭ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നു. സ്തോത്രം. A very wise creator is behind the creation of this universe. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ സർവജ്ഞനായ, സ്തോത്രം, സർവജ്ഞനായ ഒരു
സ്രഷ്ടാവുണ്ട് എന്ന് സ്തോത്രം വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടു കാണും. 2 ആഴ്ചയ്ക്ക് മുമ്പ്, കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് കേരളത്തിലെ നാഷണൽ ഹൈവേയിൽ നടക്കുന്ന ട്രാഫിക് ജാമിനെ കുറിച്ച് നമുക്കൊക്കെ അറിവുണ്ട്. അതങ്ങനെ നടക്കുമ്പോഴാണ് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പേപ്പറിൽ വായിച്ചത്, ബീഹാറിലെ ഒരു NH നാഷണൽ ഹൈവേയിൽ 30 മണിക്കൂർ കൊണ്ട് വണ്ടികൾ നീങ്ങിയത് 7 കിലോമീറ്റർ. 30 മണിക്കൂർ കൊണ്ട് 30 hours, only 7 kilometers they could move. വെള്ളമില്ലാതെ, ആഹാരമില്ലാതെ, വാഷ്റൂമിൽ പോകാൻ ഒക്കാതെ യാത്രക്കാർ വലയുന്നു. ട്രക്കുകാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത പത്രങ്ങളിൽ ഞാൻ വായിച്ചു. അതങ്ങ് ബീഹാറിലെ കാര്യം. ഇന്നലത്തെ പേപ്പറിൽ ഞാൻ വായിച്ചു, ഞങ്ങളുടെ ആംചി മുംബൈ അഹമ്മദാബാദ് ഹൈവേയിൽ, വെസ്റ്റേൺ മുംബൈയിൽ സ്കൂളിൽ നിന്ന് എക്സ്കർഷന് വേണ്ടി പോയ കുഞ്ഞുങ്ങൾ, 200 മറ്റു കുഞ്ഞുങ്ങൾ ഉണ്ട്, 5 ബസ്സുകളിലോ മറ്റുമായിരുന്നു. രാത്രി 12 മണിക്കൂർ എടുത്തിട്ടും കുഞ്ഞുങ്ങൾക്ക് തിരികെ വീട്ടിലെത്താൻ പറ്റിയില്ല. പല കുഞ്ഞുങ്ങളും വെള്ളവും ആഹാരവും ഇല്ലാതെ കുഴഞ്ഞു വീണു. ഇന്ന് കുറച്ചു മുമ്പ്, ഇന്ന് വൈകിട്ട് മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഓൺലൈൻ പത്രത്തിൽ വായിച്ചു, ആ ഗതാഗതക്കുരുക്ക് കൂടിക്കൂടി വരുന്നു. മണിക്കൂറുകൾ എടുക്കുന്നു 1.5 കിലോമീറ്റർ യാത്ര ചെയ്യാൻ. വളരെ ബുദ്ധിമാന്മാരായ IPS ഓഫീസേഴ്സ് നിയന്ത്രിക്കുന്ന ട്രാഫിക്കിന്റെ സ്ഥിതി ഇതാണ്. എന്നാൽ ഓർത്തു നോക്കിക്കേ, എത്ര വർഷങ്ങളായി, സഹസ്രാബ്ദങ്ങളായി, ഇനി ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഈ സൃഷ്ടികൾ മുഴുവനും ഇങ്ങനെ സഞ്ചരിക്കുകയാ. സ്തോത്രം. ഇത്രയും ഇത് കണ്ടാലെങ്കിലും അല്പമെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യന് ചിന്തിക്കാമല്ലോ, ഈ പ്രപഞ്ചത്തിന്റെ ഈ ക്രമീകരണത്തിന് പിന്നിൽ സർവജ്ഞനായ ഒരാളത്വമുണ്ടെന്ന്. ഇല്ലേ? സ്തോത്രം. പ്രൈസ് ഗോഡ്. അതെ, ഇത് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ പെട്ടയാണ്. പക്ഷേ നമ്മുടെ സഭകളിൽ, ഒരു സഭകളും ഈ പ്രപഞ്ചം ദൈവ സൃഷ്ടിയാണെന്ന ഒരു അടിസ്ഥാന ഉപദേശം പറയുന്നും പഠിപ്പിക്കുന്നുമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, അടിസ്ഥാന വേദോപദേശങ്ങൾ എന്ന് പറയുന്നത് എത്രണ്ണം? 7 അല്ല എന്ന് നമ്മൾ പഠിച്ചു. സ്തോത്രം. ഇപ്പം ചിലർക്കൊക്കെ അല്പം വെളിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സഭാ നേതാക്കന്മാരെ ഞാൻ പറഞ്ഞത്. നേരത്തേക്ക് ഇത് പറയുമ്പോൾ ആൾക്കാര് ബഹളം വെക്കുമായിരുന്നു. ഇപ്പം അത്രയും ബഹളം വെച്ച് കാണുന്നില്ല. ഒരല്പം ബോധം വന്നതുപോലൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇരുപത്തിയഞ്ച് 30ഓളം കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് എടുക്കാനുണ്ട്, അടിസ്ഥാന വേദോപദേശങ്ങളായിട്ട്.
പോട്ടെ, അത് നമ്മുടെ വിഷയം അല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല. സ്പെഷ്യൽ ചോദ്യോത്തരങ്ങളെ വല്ല ഇനിയും വല്ലതും വെക്കുന്നെങ്കിൽ ഇത് വല്ലതും വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു വിടാം. ഈ ക്ലാസ്സിനിടയിൽ നമ്മൾ ഏതായാലും അത് കൊണ്ടുവരുന്നില്ല. എന്നാലും ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് കടുക് പൊട്ടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ തിരുവെഴുത്ത് ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ആവർത്തിച്ചു പറയുന്ന അടിസ്ഥാനപരമായ ഉപദേശമാണ് പ്രപഞ്ചം ദൈവസൃഷ്ടി. നമ്മുടെ ആൾക്കാർ അതിനെ ഗൗരവമായിട്ട് കാണുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നേ. സ്തോത്രം. ഉൽപ്പത്തി 1-ാം അധ്യായം തൊട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടു. ദൂതന്മാരും മൂപ്പന്മാരും ഒക്കെ കർത്താവിന്റെ സ്രഷ്ടാവായ ദൈവത്തിന്റെ പാദത്തിൽ വീണ് കിടന്ന് അവർ ഏറ്റുപാടുന്ന കോറസ് പാട്ടുകൾ, സകലവും നീ സൃഷ്ടിച്ചവനാണെന്ന്, സകലവും നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായി. എടുത്തു വെച്ചേക്കാണെങ്കിൽ വായിച്ചോ. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന്. സ്തോത്രം. വെളിപ്പാട് 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളാണ്. സ്തോത്രം. അപ്പൊ ഇത് അടിസ്ഥാനപരമായി നാം നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. കാരണം യാതൊരു തെളിവുകളും ഇല്ലാത്ത ചില തിയറികൾ ഉണ്ടാക്കിയാണ് സയൻസ് നമ്മുടെ കുഞ്ഞുങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നത്, തലച്ചോറിനെ വല്ലാതെയാക്കുന്നത്. എന്നാൽ നാം നമ്മുടെ വീടുകളിലും നമ്മുടെ സഭകളിലും ഈ കാര്യം പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വരും തലമുറകളെ പഠിപ്പിക്കണം. വേദപുസ്തകം സയൻസിനെതിരല്ല. ബൈബിൾ ഈസ് നോട്ട് അഗൈൻസ്റ്റ് ട്രൂ സയൻസ്. ഒരിക്കലും അങ്ങനെ ഒരു ചിന്താധാരയും ഈ നിരീശ്വരവാദികളും മറ്റും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ബൈബിൾ ശാസ്ത്രത്തിനെതിരാണെന്ന്. ഒരിക്കലും അല്ല. ബൈബിൾ ശാസ്ത്രത്തിനെതിരല്ല. പക്ഷെ ശാസ്ത്രം ശരിയായ ശാസ്ത്രമായിരിക്കണം. ബൈബിൾ സത്യങ്ങൾ ഇതുവരെ ഒരിക്കലും തിരുത്തേണ്ടി വന്നിട്ടില്ല. പക്ഷെ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ പലതും തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഒരു കൊച്ചു കാര്യം പറഞ്ഞാൽ, പാമ്പിന് കാലുണ്ടായിരുന്നെന്ന് ശാസ്ത്രം ഇപ്പോൾ പറയുന്നുണ്ട്. പണ്ടൊരിക്കൽ നമ്മൾ പറഞ്ഞതാണല്ലോ, കോഴിയാണോ ആദ്യം ഉണ്ടായത് മുട്ടയാണോ? ഏതാനും വർഷങ്ങളല്ലേ ആയുള്ളൂ. മില്യൺസ് ഓഫ് ഡോളേഴ്സ്, ദശലക്ഷക്കണക്കിന് ഡോളറുകൾ ചിലവഴിച്ച് ശാസ്ത്രലോകം നീണ്ട വർഷങ്ങളുടെ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചു, മുട്ടയല്ല കോഴി ആദ്യം ഉണ്ടായത്. ശാസ്ത്ര പുസ്തകത്തിൽ പേപ്പറുകളിലുമൊക്കെ അത് വന്നപ്പോൾ വേദപുസ്തക വിശ്വാസികളായ ദൈവമക്കൾ ചിരിച്ചു. ആ കാലത്തൊരിക്കലാണ് ഞാൻ മഹാരാഷ്ട്ര, ആന്ധ്ര, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളുടെ ബോർഡറുകളിലുള്ള വനാന്തരങ്ങളിൽ താമസിക്കുന്ന കുറച്ച് ആദിവാസികളായ ദൈവമക്കളുടെ അടുക്കൽ പോയത്. ചൊവ്വേ നേരെ വസ്ത്രം പോലും ധരിക്കാത്തവരാ. അവിടെ ഞാൻ ആ ഇടയ്ക്ക് പോയി. കുറച്ച് വർഷങ്ങളേ ഉള്ളൂ, 4-5 വർഷങ്ങളായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നേ, അല്ലെങ്കിൽ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് മറ്റാ. ഞാൻ അവിടെ പോയപ്പം അവിടെ ചോദിച്ചു, നിരക്ഷരരായ മനുഷ്യർ, സ്കൂളെന്നോ ഒന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത മനുഷ്യർ,
ആ കാടിന് പുറത്ത് വന്നിട്ടില്ലാത്ത മനുഷ്യർ. ഞാൻ ചോദിച്ചു, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? പല്ലുപോലും ഇല്ലാത്ത ചില അമ്മച്ചിമാരൊക്കെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എന്തോ ചോദ്യമാ പാസ്റ്റർജി ചോദിക്കുന്നത്, അത് കോഴിയല്ലേ ആദ്യം ഉണ്ടായേ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അയ്യോ, നിങ്ങളെ പോലുള്ളവരൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, ദൈവം ഇതിനെയെല്ലാം സൃഷ്ടിച്ചെന്ന്. അപ്പൊ മുട്ടയല്ല പക്ഷികളെയാണ് ഉണ്ടാക്കിയെന്ന്. ഞാൻ വിചാരിച്ചു, എന്റെ പൊന്നെ, ഈ മനുഷ്യർക്കുള്ളത്രയും പോലും ചിന്താശക്തി ഈ വൈജ്ഞാനികന്മാർക്കില്ലാതെ പോയല്ലോ. നാം നമ്മുടെ തലമുറകളെ പഠിപ്പിക്കേണ്ട ഗൗരവമേറിയ കാര്യമാണ്. എന്തെന്നാൽ സാത്താൻ വിദ്യാഭ്യാസ മേഖലയെയും അവന്റെ ഇഷ്ടത്തിന് തിരിച്ചുവിട്ട് വരും തലമുറയെ എഡ്യൂക്കേഷന്റെ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ ശ്രമിക്കുന്ന വലിയ ഷഡ്യന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ട്. നാം അത് കണ്ടില്ലെന്ന് വയ്ക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മളും വേണമെങ്കിൽ പഠിച്ചോ, എത്രയും ഏതറ്റം വരെ വേണമെങ്കിലും പോയി പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും മാറരുത്. പരിണാമ സിദ്ധാന്തത്തെ ഒന്നും ഇതുവരെ തെളിയിക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ലാത്ത വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെയാണ് ഈ പ്രയോഗങ്ങളുടെ അല്ലെങ്കിൽ ഈ ചിന്താധാരകളുടെ പ്രസക്തി. സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. സ്തോത്രം. ലോകത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ ക്രിസ്തുവാണ് ഈ സൃഷ്ടികളുടെ എല്ലാം രചയിതാവ്, സ്രഷ്ടാവ് എന്ന് നാം ഇവിടെ നിന്നും മനസ്സിലാക്കുന്നു. സ്തോത്രം. ദൈവം വചനത്താൽ സകലത്തെയും ഉളവാക്കി. സ്തോത്രം. തന്റെ വചനത്താൽ. അതുകൊണ്ടാണ് യേശുവിനെ ദൈവവചനമെന്ന് വിളിക്കുന്നത്. ലോഗോസ്. The word became flesh. വചനം ജഡമായി തീർന്നു. സ്തോത്രം. ഇപ്പൊ യോഹന്നാൻ 1-ാമത്തെ അധ്യായം അങ്ങനെ ഏതാണ്ട് 9 വരെയുള്ള വാക്യങ്ങളിലും 10 വരെയുള്ള വാക്യങ്ങളിലും അത് പറയുന്നുണ്ട്. സ്തോത്രം. ലോകം അവൻ മുഖാന്തരമുളവായി. പക്ഷേ അവൻ മുഖാന്തരമുളവായ ലോകം സ്രഷ്ടാവിനെ അറിഞ്ഞില്ല. സ്തോത്രം. അപ്പോൾ സർവവും അവൻ നിമിത്തമാണ്, അവന് വേണ്ടിയാണ്, അവങ്കലേക്കാണ്. പ്രൈസ് ഗാഡ്. സ്തോത്രം. സകലവും യേശുക്രിസ്തു മുഖാന്തരം, പിന്നെ സകലവും അവന് വേണ്ടി, പിന്നെ സകലവും അവങ്കലേക്ക്. സ്തോത്രം. അവങ്കലേക്ക്. അപ്പൊ സർവത്തെയും ദൈവം ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിച്ച മാധ്യമമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. സ്തോത്രം. അതാണ് നാം കൊലോസ്യ ലേഖനത്തിലും വായിച്ചത്. അപ്പോൾ ഈ ഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ ഭാഗങ്ങളാണ്. സ്തോത്രം. All these are the creation of God. Therefore God is the creator. സകലത്തെയും ഉണ്ടാക്കിയ സ്രഷ്ടാവായ ദൈവം.
അപ്പോൾ യേശുക്രിസ്തു സ്തോത്രം ആരാണ്? സ്രഷ്ടാവായ ദൈവമാണ്. നമുക്ക് ഓർമ്മ കാണും, മത്തായി 8-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ, മാത്യു 8:8, The centurion replied, Lord, I do not deserve to have you come under my roof, but just say the word, and my servant will be healed. Here is a faith that astonished Jesus himself. യേശുക്രിസ്തുവിനെ അത്ഭുതപ്പെടുത്തിയ ഒരു വിശ്വാസം. താഴത്തെ വാക്യങ്ങളിലുണ്ട്, യേശു തിരിഞ്ഞു നിന്നിട്ട് He was astonished and said to those who was following him, who followed, what did he say? I tell you the truth, I have not found anyone in Israel with such great faith. Amen. A commendable faith. Jesus himself was astonished. യേശു തന്നെ അത്ഭുതപ്പെട്ടു പോയ വിശ്വാസം. പിൻവരുന്ന ഇസ്രായേലിലെ പുരുഷാരത്തോട് യേശു പറഞ്ഞു, സ്തോത്രം, ഞാൻ ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. എന്താ തന്റെ വിശ്വാസം? ദ സെഞ്ചൂറിയൻ, റോമക്കാരന, യഹൂദനല്ല, ശതാധിപൻ, തന്റെ ദാസനെ സൗഖ്യമാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യ. യേശു അവന്റെ വീട്ടിലോട്ട് പോകുമ്പോഴാണ് പറയുന്നത്, നീ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. പിന്നെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എന്താ യേശു അത്ഭുതപ്പെട്ടെന്ന് പറയാമോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഹോട്ട്സ്പോട്ട് ചെയ്തിരിക്കുന്ന മൊബൈല് ചാകാൻ പോവാ, അപ്പൊ പെട്ടെന്ന് ഞാനങ്ങ് നിർത്താം. അഥവാ തീരുകയാണെങ്കിൽ ബാക്കി നിങ്ങളങ്ങ് നടത്തിക്കോണേ. We recognize the power of Jesus' word. സ്തോത്രം. യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന്റെ ശക്തി. സ്തോത്രം. ഒന്നും കൂടെ പറഞ്ഞാൽ, that centurion could recognize Jesus as the creator of the universe, who created everything just with his word uttered. The same words can make my servant whole. ആ ശതാധിപൻ റോമക്കാരനാണെങ്കിലും ഒരു കാര്യം മനസ്സിലായി, ഇന്നിങ്ങനെ ഈ ഫലസ്തീന്റെ പച്ചമണ്ണിലൂടെ പാദമൂന്നി നടന്നു വരുന്ന ഈ നസറായനായവൻ സാധാരണക്കാരനല്ല. ഇവൻ ആരാണ്? ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന്റെ ശക്തിയാൽ സൃഷ്ടി ചെയ്തവനാണ്. അവന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾക്ക് ഇന്നും സൃഷ്ടിയോ പുനഃസൃഷ്ടിയോ നടത്താൻ ശക്തിയുണ്ട്. അതുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം പ്രാപിച്ചോളും. നമുക്കിന്ന് രാത്രി വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ? യേശു സ്രഷ്ടാവാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉളവാക്കുവാൻ അവന് കഴിയും. സ്തോത്രം. അത് ശരീരത്തിന്റെ അവയവങ്ങളാകട്ടെ, നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു സംഭവമാകട്ടെ, എന്തിനേയും അങ്ങനെ സൃഷ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു പരമസ്രഷ്ടാവായ ദൈവമാണവൻ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ വിശ്വസിച്ച് കർത്താവിനോട് നമുക്ക് ഏറ്റുപറയാം, ഈ സെഞ്ചൂറിയനെ പോലെ, ശതാധിപനെ പോലെ അങ്ങയുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അങ്ങയുടെ വാക്കുകളാണ് സകലത്തെയും ഉണ്ടാക്കിയത്.
എങ്കിൽ എൻ്റെ ജീവിതത്തിലും ഉണ്ടാക്കപ്പെടേണ്ടതിനെ സൃഷ്ടിപ്പാൻ അങ്ങയുടെ വാക്കുകൾക്ക് കഴിയും. കർത്താവേ, അങ്ങ് ഒരു വാക്ക് കൽപ്പിക്കണമേ. സ്തോത്രം. നമ്മുടെ ശൂന്യതകൾ നിറയാൻ അവന്റെ വാക്കുകൾ മതി. നമ്മുടെ ശൂന്യതകൾ മാറാൻ അവന്റെ വാക്കുകൾ മതി. സ്തോത്രം. അന്ന് സൃഷ്ടിച്ചവന് ഇന്നും സൃഷ്ടിപ്പാൻ കഴിയും. ആ ശതാധിപന്റെ വിശ്വാസം പൂർണ്ണമായി പൊക്കോളാൻ പറഞ്ഞു. ആ നിമിഷത്തിൽ, സ്തോത്രം, ആ നിമിഷത്തിൽ അവിടെ ആ ബാല്യക്കാരൻ സൗഖ്യമായി. ഇന്നും ഈ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ദൈവത്തിന്റെ ശക്തി, നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠത, അവൻ സകലത്തിൻ്റെയും സ്രഷ്ടാവ്. ഇന്നും അവൻ അങ്ങനെ തന്നെ ആയിരിക്കയാൽ ഈ കർത്താവിനെ തിരിച്ചറിയാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം എത്ര ശ്രേഷ്ഠമാണ്. ആ കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ശിഷ്ടകാലം നമുക്ക് കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.